ഈ പാറയ്ക്ക് മുകളിൽ സായി പൊളിച്ചിരുന്ന ഗുഹയുണ്ടോ? കേരളത്തിലെ 4 ജില്ലകൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുമോ? കേരളത്തിലെ ഏറ്റവും വലിയ പാറയാണോ ഇത്? ഇതിലും വലിയ പാറകൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഹായ് ഹലോ നമസ്കാരം. നമ്മളെന്ന് എത്തിയിരിക്കുന്നത് കുടുക്കത്ത് പാറയിലാണ്. കാട്ടിലൂടെയുള്ള അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് റൈഡിലൂടെയാണ് നമുക്ക് പാറയുടെ അടിവാരത്തിലേക്ക് എത്താൻ കഴിയുന്നത്. പിന്നീട് കുത്തനെയുള്ള പടികയറ്റമാണ്. കാട്ടിലൂടെ 365 പടികൾ കയറി മുകളിലേക്ക്. നല്ല ആയാസമാണ്. വെള്ളം ഉറപ്പായും കയ്യിൽ കരുതിയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ആദ്യത്തെ വ്യൂ പോയിന്റ് എത്തും. അടിപൊളിയാണ് അവിടുത്തെ കാഴ്ചകൾ. ഈ കാഴ്ച തുടക്കം മാത്രം. മുകളിലേക്ക് ഇനിയുമുണ്ട് ഒരുപാട് കാഴ്ചകൾ. സമുദ്രനിരപ്പിൽ നിന്നും 840 മീറ്റർ മുകളിലാണ് കുടുക്കത്ത് പാറ സ്ഥിതി ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ചെന്നെത്തുന്നത് വലിയൊരു പാറയുടെ ചെരുവിലേക്കാണ്. വലിയൊരു പാറയ്ക്കടിയിലെ ഒരു ഗുഹ പോലെയുള്ള പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സായിപ്പിന്റെ ഗുഹയെന്ന്? അതിവിടെയല്ല കേട്ടോ, അത് ഏറ്റവും മുകളിലാണ്. ഇപ്പോൾ അവിടെ പ്രവേശനമില്ല. 1940 കാലഘട്ടത്തിൽ ഗ്രീസിൽ നിന്നെത്തിയ ഒരു സന്യാസി ശ്രേഷ്ഠൻ ഈ പാറയ്ക്ക് മുകളിലുള്ള ഗുഹയിൽ ധ്യാനമിരുന്നൊരു ചരിത്രമുണ്ട്. മാത്രമല്ല അദ്ദേഹം താഴെയുള്ള ആലഞ്ചേരി പള്ളിയിൽ പഴച്ചാറുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ചിത്രം സമ്മാനിച്ചെന്നും കഥയുണ്ട്. പിന്നീടെത്തുന്നത് ഏറ്റവും മുകളിൽ. അതിമനോഹരമാണ് അവിടുത്തെ കാഴ്ച. പാറയുടെ തൊട്ടു താഴെ നിൽക്കാം. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളും തമിഴ്നാടിന്റെ ഒരു ഭാഗവും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ 3 ജില്ലകൾ. ഇനി 4ാമത് ആലപ്പുഴയുടെ കടൽക്കാറ്റ് ഏൽക്കാൻ കഴിയുന്ന ഒരു പാറയെടുക്ക്. ആലപ്പുഴ കാണാൻ കഴിയില്ല കേട്ടോ. അവിടെ ഗുണ കേവിനെ അനുസ്മരിപ്പിക്കുന്ന ഒരിടവും ഇവിടെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പാറയുടെ യഥാർത്ഥ ഉയരം മനസ്സിലാവണമെങ്കിൽ ഇവിടെ നിൽക്കണം. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ അറിയാം പാറയുടെ ഉയരം. ചെങ്കുത്തായ ഗർത്തമാണ് ഇവിടെ. അതെ, പാറ ഇടുക്ക്. പാറ ഉയർന്നു വന്നിരിക്കുന്നത് അടിവാരത്ത് നിന്നുമാണ്. പാറ നിൽക്കുന്നത് മലമുകളിലല്ല. ഇതുകൊണ്ടാണ് പാറയെ ഏറ്റവും ഉയരം കൂടിയ പാറകളിലൊന്നായി കണക്കാക്കുന്നത്. ഇവിടെയാണ് ആലപ്പുഴയുടെ കടൽക്കാറ്റ് കിട്ടുമെന്ന് കരുതുന്ന പ്രദേശം. വലിയ പാറകൾക്കിടയിലെ ഈ വിടവ്. ഇതിലൂടെ ആലപ്പുഴയുടെ കടൽക്കാറ്റ് കിട്ടുമെന്ന് കരുതുന്നു. അടിപൊളിയാണ് അവിടത്തെയും കാഴ്ചകൾ. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്ക് കിളിമാനൂർ, നിലമേൽ, കടയ്ക്കൽ, മണ്ണൂർ വഴി ഈ പ്രദേശത്ത് എത്തിച്ചേരാം. ഗൂഗിൾ മാപ്പിൽ കൊല്ലം ജില്ലയിലെ ഈ പ്രദേശം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്.